കത്തോലിക്ക സഭയുടെ 2000 വർഷത്തെ ചരിത്രത്തിൽ അസാധാരണമായ പല മാർപ്പാപ്പ തെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്. എന്നാൽ വിചിത്രവും ഏറ്റവും നാടകീയവുമായ ഏറ്റവും അത്ഭുതകരവുമായ തെരഞ്ഞെടുപ്പുകളിലൊന്ന് 1294 സംഭവിച്ചു. 1294 ജൂലൈ 5 സഭയുടെ ചരിത്രത്തിലെ നിർണായകമായ ദിവസം. ആ ദിവസം വരെയുള്ള 2.5 വർഷക്കാലം നിക്കോളോസ് 4-ാമൻ പാപ്പയുടെ വിയോഗശേഷം ആഗോള കത്തോലിക്ക സഭയുടെ അമരക്കാരനെ തെരഞ്ഞെടുക്കുവാൻ കർദിനാൾമാർ ഒത്തുകൂടി. എന്നാൽ ആഗോള സഭയ്ക്ക് ഒരു പരമാധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ അഭിപ്രായ സമന്വയത്തിലെത്തുവാനായി കർദിനാൾമാർക്ക് കഴിഞ്ഞിരുന്നില്ല. കർദിനാൾമാർക്കിടയിലെ കുടുംബ മഹിമയുമായി ബന്ധപ്പെട്ട ചേരിതിരിവുകളും രാഷ്ട്രീയ താല്പര്യങ്ങളും അന്നത്തെ കോൺക്ലേവിന്റെ പ്രത്യേകതയും പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ നീട്ടിക്കൊണ്ടു. അക്കാലത്ത് കോൺക്ലേവ് നിയമങ്ങൾ താൽക്കാലികമായി റദ്ദാക്കപ്പെട്ടിരുന്നു. കർദിനാൾമാർക്ക് പുറലോകവുമായി ബന്ധപ്പെടുവാനും യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ പൂർത്തിയാക്കുവാനുള്ള സമ്മർദ്ദം അവർക്കുമേൽ ഉണ്ടായിരുന്നില്ല. പിന്നാലെ റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്ന് കർദിനാൾമാർ പലയിടങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്തു. സമ്മേളനങ്ങളിൽ പങ്കെടുത്തിരുന്ന ചില കർദിനാൾമാർ രോഗബാധയാൽ മരണപ്പെടുകയും ചെയ്തു. ഇത് ചർച്ചകൾ വീണ്ടും തടസ്സപ്പെടുവാനും നീണ്ടുപോകുവാനും കാരണം. റോമൻ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കഠിനവും ദൈർഘ്യമേറിയതുമായ പാപ്പ തിരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ അതിന് പരിഹാരം വന്നത് സഭയുടെ രാജകുമാരന്മാരിൽ നിന്നുമായിരുന്നു. മറിച്ച് ആരെയും അമ്പരിപ്പിക്കുന്ന വിധത്തിൽ ഒരു മലയുടെ മുകളിൽ ഗുഹയിൽ നിന്നുമായി. പിയട്രോ ഡെൽ മൊറ ഇറ്റലിയിലെ മലനിരകളെ വിഹാരമാക്കി മാറ്റി ഏകാന്ത ജീവിതം നയിച്ചിരുന്ന തപസ്സ ശ്രേഷ്ഠൻ. ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം, ഇരുമ്പ് ചങ്ങലകൾ ശരീരത്തിൽ ധരിച്ച കഠിനമായ തപസ്സും പ്രാർത്ഥനയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അത്ഭുത രോഗശാന്തി നൽകുന്ന ഒരു വിശുദ്ധനായി ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടു. സഭയുടെ ഈ അവസ്ഥയിൽ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായി. സഭയുടെ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ അദ്ദേഹം കർദിനാൾമാർക്ക് ഒരു കത്തെഴുതി. ആ കത്ത് ചരിത്രത്തിന്റെ ഗതി മാറ്റിപ്പറിക്കാൻ പോകുന്നതായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ വൈകുന്നതിലൂടെ നിങ്ങൾ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തരുത്. നിങ്ങൾ ഇനിയും ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു ഇടയനെ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ദൈവത്തിന്റെ കഠിനമായ കോപം നിങ്ങളുടെ മേൽ പതിക്കും. ഇത് ദൈവത്തിന്റെ മുന്നറിയിപ്പ്. കത്ത് വായിച്ച കർദിനാൾ ഡീൻ മാൽബ്രാങ്കെ പെട്ടെന്ന് എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആ ദൈവപുരുഷനായ പീറ്റൽ മൊറോണിനെ പാപ്പയായി നിർദ്ദേശിക്കുന്നു. ആ വാക്കുകൾ കോൺക്ലേവിൽ ഒരു മിന്നൽ പോലെ പടർന്നു. തർക്കിച്ചു മടുത്ത കർദിനാൾമാർ അത്ഭുതകരമായി ഒരൊറ്റ മനസ്സോടുകൂടി ആ നിർദ്ദേശത്തെ അനുകൂലിച്ചു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കോൺക്ലേവിന് പുറത്തുള്ള ഒരു കർദിനാൾ പോലും അല്ലാത്ത ഒരു സന്യാസി മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ താൻ മാർപ്പാപ്പയാകാൻ യോഗ്യനല്ല എന്നും തന്റെ ഏകാന്തത നഷ്ടപ്പെടുത്തരുതെന്നും പറഞ്ഞ് പീറ്റർ കരഞ്ഞു. അദ്ദേഹം വിസമ്മതിച്ചു. ഗുഹയിൽ നിന്നും ഓടിപ്പോകുവാൻ പോലും അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ സഭയുടെ നന്മയ്ക്കായി ആ വൃദ്ധൻ ഒടുവിൽ ദൈവഹിതത്തിന് കീഴടങ്ങി. കഴുതപ്പുറത്തിരുന്നാണ് പുതിയ മാർപ്പാപ്പ തന്റെ യാത്ര ആരംഭിച്ചത്. ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി സ്വീകരിച്ചു. 1294 ഓഗസ്റ്റ് 29 അദ്ദേഹം മാർപ്പാപ്പയായി അധികാരമേറ്റു. അദ്ദേഹം സ്വീകരിച്ച പേര് സെലസ്റ്റീൻ 5-ാമൻ എന്നായിരുന്നു. ലാളിത്യവും വിനയവും നിറഞ്ഞ ജീവിതം പാപ്പയായ ശേഷവും അദ്ദേഹം തുടർന്നു. കൊട്ടാരത്തിലെ രാഷ്ട്രീയവും ആഡംബരങ്ങളിലും അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. പലരും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ചൂഷണം ചെയ്തു. ഭരണമാകെ കുഴപ്പത്തിലായി. കൊട്ടാരത്തിനുള്ളിൽ ഒരു മരക്കൂടുണ്ടാക്കി അദ്ദേഹം വീണ്ടും പ്രാർത്ഥന തുടങ്ങി. വെറും 5 മാസം മാത്രമാണ് അദ്ദേഹം ഭരിച്ചത്. 5 മാസങ്ങൾക്ക് ശേഷം ക്രൈസ്തവ ചരിത്രത്തിൽ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു സംഭവം. 1294 ഡിസംബറിൽ സെലസ്റ്റീൻ 5-ാമൻ സ്വമേധയാ സ്ഥാനത്യാഗം ചെയ്തു. 1294 ഡിസംബർ 13 കർദിനാൾമാരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം തന്റെ മാർപ്പാപ്പയുടെ വസ്ത്രങ്ങളും മോതിരവും കിരീടവും ഊരിവെച്ചു. വീണ്ടും പഴയ സന്യാസി വസ്ത്രം ധരിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പാപങ്ങൾക്കും കുറവുകൾക്കും ദൈവത്തോട് മാപ്പ് ചോദിക്കും. ഞാൻ വീണ്ടും എൻ്റെ ഏകാന്തതയിലേക്ക് മടങ്ങും. നൂറ്റാണ്ടുകൾക്ക് ശേഷം 2013 മാർപ്പാപ്പ ബെനഡിക്റ്റ് 16-ാമനും ഇതേ വഴിയിലൂടെയാണ് നടന്നത്. രാജിക്ക് ശേഷം അദ്ദേഹം വീണ്ടും മലമുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് വന്ന ബോണിഫസ് 8-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ സുരക്ഷാ കാരണങ്ങളാൽ ഒരു കോട്ടയിൽ തടവിലാക്കി. അവിടെ വെച്ച് 1296 അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. സഭ അദ്ദേഹത്തിന്റെ വിശുദ്ധി തിരിച്ചറിഞ്ഞു. 1313 ക്ലെമന്റ് 5-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. അധികാരമോഹങ്ങൾക്കിടയിൽ നിഷ്കളങ്കത കൊണ്ടും 2 വർഷത്തെ തർക്കങ്ങൾക്കിടയിൽ പ്രാർത്ഥന കൊണ്ടും ചരിത്രം കുറിച്ച 1294 ആ കോൺക്ലേവും
സെലസ്റ്റിൻ അഞ്ചാമൻ മാർപ്പാപ്പയും കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഒരു അത്ഭുത അധ്യായമാണ്.